നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിലെ പ്രധാന നദിയായ ഗംഗാനദിയെയാണ്. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗാനദി. ഭാരതീയ വിശ്വാസമനുസരിച്ച് ഗംഗ പുണ്യനദിയും ദേവിയുമാണ്. ഹിമാലയത്തിലെ ഗംഗോത്രിയിലാണ് ഗംഗയുടെ ഉത്ഭവം. ബദരിനാഥിൽ നിന്നുദ്ഭവിക്കുന്ന അളകനന്ദ, ഗംഗോത്രിയിൽ നിന്നുദ്ഭവിക്കുന്ന ഭഗീരഥി എന്നീ രണ്ട് നദികൾ ചേർന്നാണ് ഗംഗാനദി രൂപം കൊള്ളുന്നത്. ഈ നദികൾ ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗയിൽ വെച്ച് ഒന്നിച്ച് ഗംഗയായി മാറുന്നു. ഹിമാലയത്തിലൂടെ കിലോമീറ്ററുകൾ ഒഴുകി തീർത്ഥാടന കേന്ദ്രമായ ഹരിദ്വാറിലെത്തി ഗംഗാ സമതലത്തിലേക്ക് എത്തുന്ന ഗംഗ അവസാനം ബംഗ്ലാദേശിലൂടെ ഒഴുകിയാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. ഇന്ത്യയിൽ ഉത്ഭവിക്കുന്നതിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗാനദി. ഗംഗാനദിയുടെ നീളം 2525 കിലോമീറ്ററാണ്. ലോകത്തിൽ ഗംഗാനദിയുടെ സ്ഥാനം നീളത്തിൽ 39ാം സ്ഥാനമാണ്. ഏഷ്യാ ഭൂഖണ്ഡത്തിൽ ഗംഗാനദിയുടെ സ്ഥാനം നീളത്തിൽ 15ാമതാണ്. ഇന്ത്യയുടെ ആകെ ഭൂവിസ്തീർണത്തിൻ്റെ 27% ഗംഗാ സമതലമാണ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഗംഗാ സമതലം. ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഹരിയാന, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ എന്നീ 10 സംസ്ഥാനങ്ങളിലായി ഗംഗാ സമതലം വ്യാപിച്ചു കിടക്കുന്നു. ഒഴുക്കിൻ്റെ വഴികൾ തെക്കോട്ടും കിഴക്കോട്ടും ഒഴുകുന്ന ഗംഗ ഉത്തരാഖണ്ഡിൽ 2 സ്ഥലത്തേക്കാണ് ഒഴുകുന്നത്, 2 ദിക്കിലേക്ക് ഒഴുകുന്നു. പശ്ചിമ ബംഗാളിൽ വെച്ച് 2ആയി പിരിയുന്നു. ഹൂഗ്ലി നദിയുടെ മറ്റൊരു പേരാണ് ആദിഗംഗ. പത്മ നദിയുമാണവ. ഹൂഗ്ലി ബംഗാളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. പത്മ നദി ബംഗ്ലാദേശിലൂടെ ഒഴുകി അത് ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരുന്നു. ഗംഗയിലും ബ്രഹ്മപുത്രയിലും കാണപ്പെടുന്ന ഒരിനം നദി ഡോൾഫിൻ ആണ് ഗംഗാ ഡോൾഫിൻ. മലിനീകരണം മൂലം വംശനാശ ഭീഷണി നേരിടുന്നൊരു ജീവിയാണ് ഗംഗാ ഡോൾഫിൻ. ഏറ്റവും അധികം പോഷക നദികളുള്ളത് ഗംഗാ നദിക്കാണ്. ഏറ്റവും അധികം പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗ. ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, ഗൗളി ഗംഗ, പിണ്ഡാർ, യമുന, സോൻ, ഗാഡ്ഘര, കോസി, ഗന്ധക് എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. പോഷക നദികളെ ഇടത് വലത് കൈവഴികളായി തിരിച്ചിരിക്കുന്നു. 5 നദികൾ അളകനന്ദയുമായി ചേരുന്ന ഭാഗങ്ങളാണ് പഞ്ച് പ്രയാഗ് എന്നറിയപ്പെടുന്നത്. ഇതിൽ ദേവപ്രയാഗ് എന്ന അവസാന സ്ഥലത്ത് വെച്ചാണ് ഭഗീരഥിയും അളകനന്ദയും ചേർന്ന് ഗംഗയായി മാറുന്നത്. ഗംഗയുടെ വലത് കൈവഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ് യമുന. പുരാണങ്ങളിൽ യമുനാ നദിക്ക് പറയുന്ന പേര് കാളിന്തി എന്നാണ്. കാളിന്തി ഒരു പുണ്യനദിയാണ്. യമുനാ നദിയുമെന്ന് ഇതിന് പേരുണ്ട്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലുള്ള യമുന ഗംഗോത്രിയിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. അലഹബാദിലുള്ള ത്രിവേണി സംഗമത്തിൽ വെച്ച് യമുന ഗംഗയിൽ ചേരുന്നു. ഈ പ്രദേശം പ്രയാഗ് ആണ് അറിയപ്പെടുന്നത്. ഡൽഹി, മധുര, ആഗ്ര തുടങ്ങിയ ഉത്തരേന്ത്യൻ നഗരങ്ങളിലൂടെ കടന്നു പോകുന്ന യമുന നേരിട്ട് കടലിൽ പതിക്കാത്ത ഇന്ത്യൻ നദികളിൽ ഏറ്റവും നീളം കൂടിയതാണ്. 1376 കിലോമീറ്ററാണ് യമുനയുടെ നീളം. യമുനാ നദിക്ക് 3 പ്രധാന കൈവഴികളാണുള്ളത്: ചമ്പൽ, സിന്ധ്, വൈറ്റ്വ അഥവാ ബത്രാവതി. ഇവ 3ഉം മധ്യപ്രദേശിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഏറ്റവും നീളം കൂടിയ കൈവഴിയായ ചമ്പൽ ഉത്തർപ്രദേശിൽ നിന്ന് യമുനയുമായി കൂടിച്ചേരുന്നു. ഉത്തർപ്രദേശിലെ ഇറ്റാവയിൽ വെച്ചാണ് സിന്ധ് യമുനയിൽ ചേരുന്നത്. കെൻ നദിയാണ് യമുനയുടെ മറ്റൊരു പ്രധാന പോഷക നദി. ഉത്തർപ്രദേശിലെ ഫത്തേപൂരിൽ വെച്ച് ഇത് യമുനയുമായി ചേരുന്നു. മധ്യപ്രദേശിലെ അമർകാന്തക് പീഠഭൂമിയിൽ നിന്നാണ് സോൻ നദിയുടെ ഉത്ഭവം. 784 കിലോമീറ്റർ നീളമുള്ള ഈ നദി ബീഹാറിലെ പാറ്റ്നയ്ക്ക് സമീപം വെച്ച് ഗംഗാ നദിയുമായി ചേരുന്നു. അമർകാന്ത് പീഠഭൂമിക്ക് മുകളിലായി മനോഹരമായൊരു വെള്ളച്ചാട്ടം ഈ നദിയിലുണ്ട്. ബംഗാളിൻ്റെ ദുരന്തമെന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ. ഒരുപാട് വെള്ളപ്പൊക്കങ്ങൾക്ക് കാരണമായിട്ടുള്ളത് കൊണ്ടാണ് ബംഗാളിൻ്റെ ദുഃഖമെന്ന് ദാമോദർ നദിയെ വിശേഷിപ്പിക്കുന്നത്. ജാർഖണ്ഡിലെ
ഛോട്ട നാഗപ്പൂർ പീഠഭൂമിയിൽ നിന്നാണ് ദാമോദർ നദി ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് ഒഴുകുന്ന ദാമോദർ ഹൂഗ്ലി നദിയുമായി ചേരുന്നു. 592 കിലോമീറ്ററാണ് ഗംഗാ നദിയുടെ കൈവഴിയായ ദാമോദർ നദിക്ക് ഉള്ളത്. ഗംഗയുടെ ഇടത് കൈവഴികളിൽ പ്രധാനപ്പെട്ട 5 നദികൾ രാംഗംഗ, ഗോമതി, ഗാഡ്മ, മഹാനന്ദ, ഗണ്ഡക് എന്നിവയാണ്. കോസി നദി ബീഹാറിൻ്റെ ദുഃഖമെന്നാണ് അറിയപ്പെടുന്നത്. ടിബറ്റിൽ നിന്നുത്ഭവിക്കുന്ന കോസി ചില സ്ഥലത്ത് സപ്തകോശി എന്നും അറിയപ്പെടുന്നു. 729 കിലോമീറ്റർ നീളമുള്ള ഈ നദി വടക്കൻ ബീഹാറിലൂടെ ഒഴുകിയാണ് ഗംഗയിൽ ചേരുന്നത്. ലോകത്തെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദികളിൽ 5ാം സ്ഥാനത്താണ് ഗംഗാ നദിയുടെ സ്ഥാനം. ഗംഗയെ മലിനീകരണത്തിൽ രക്ഷിക്കാൻ വിവിധ പദ്ധതികൾ ആദ്യമായി ഉണ്ടായത് ഗംഗ ആക്ഷൻ പ്ലാൻ ആണ്. അത് 1985 ജനുവരി 4 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ് ആ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇത് ഗംഗാ നദിയെപ്പറ്റിയുള്ള ചില ചെറിയ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.